നിലവിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ കോമഡിയാണ് ലാലിഗ റഫറി. കഴിഞ്ഞ മത്സരത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു ഇൻസിഡന്റ് VAR റൂമിലിരിക്കുന്നവന്മാരൊക്കെ ഉറങ്ങുവാണെന്നാണ് തോന്നുന്നത്. ക്ലിയർ ആയിട്ട് അതൊരു പെനാൽറ്റി ആണ്, ക്ലിയർ ആയിട്ടൊരു ഫൗളാണ്, വേണമെങ്കിൽ റെഡ് കാർഡ് വരെ കൊടുക്കാം, അതുപോലത്തെ ഒരു ഫൗളാണ്. കിലിയൻ എംബാപ്പയുടെ മുഖം മുറിഞ്ഞ് ചോര വാർന്ന തറ കിടപ്പുണ്ട്, പക്ഷെ ഫൗളല്ല. നിങ്ങൾ അത് VAR ചെക്ക് ചെയ്യാനുള്ള ഒരു അതിനൊരു തയ്യാറാകുന്നില്ല റഫറി. അതിനുള്ളൊരു മനസ്സ് പോലും റഫറിക്കില്ല. റഫറിയെ സംബന്ധിച്ച് അത് ഫൗളല്ല. അകത്തിരിക്കുന്നവന്മാരെന്തൊക്കെയാ വിളിച്ച് പറയാനുണ്ട്, അത് കേട്ടിട്ട് റഫറി നോന്നാണ് പറയുന്നത്. ഇത് ഇവന്മാർ എവിടെ കൂടെയാണ് നോക്കുന്നത്? VAR ഇവര് സ്ക്രീനിൽ ലൈവ് നടക്കുന്ന സാധനത്തിന്റെ VAR തന്നെയാണ് നോക്കുന്നത്. ഇത് അത്ര ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അത് പെനാൽറ്റി ആണ്, അത് ഫൗളാണ്, അത്ര ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. മാച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. 2 റോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചിട്ടുണ്ട്, അത് 2 ഗോളായി, 1-1 സമനില. തീരുമാനമായി, ലാലിഗയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി അടുത്ത കളി ജയിച്ചു കഴിഞ്ഞാൽ 9 പോയിന്റ് ലീഡാകും ബാഴ്സ. പിന്നെ നോക്കേണ്ടതില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഈ റെഫറിങ്, ലാലിഗയുടെ റെഫറിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാച്ച് കഴിയുമ്പോഴും വെറും വേസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫൗളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫ്സൈഡ് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ സ്റ്റക്കായി കിളി പോയതുപോലെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവർ ഡിസിഷൻ തന്നെ എടുക്കുന്നത്. ഇവർക്ക് പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. യെല്ലോ കാർഡ് റെഡ് കാർഡ് ആകുക, റെഡ് കാർഡ് യെല്ലോ കാർഡ് ആകുക. ഇത് തന്നെ ഇപ്പൊ ഈ ഒരു 2 ആഴ്ചക്കകത്ത് നോക്കി കഴിഞ്ഞാൽ എത്ര ഇൻസിഡന്റാ, എത്ര ഇൻസിഡന്റ്.